ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ ബുധ പ്രദോഷമാണ്. വൈശാഖ മാസത്തിൽ വരുന്ന പ്രദോഷം. വൈശാഖ മാസത്തിൽ മഹാവിഷ്ണുവിനുള്ളതുപോലെ തന്നെ ഭഗവാൻ മഹാദേവന് വളരെയധികം പ്രാധാന്യമുണ്ട്. മാസത്തിൽ 2 പ്രാവശ്യം പ്രദോഷം വരാറുണ്ട്. കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും രണ്ടിലും വരുന്ന പ്രദോഷം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ വർഷം 2026 ഏപ്രിൽ മാസം 29 ബുധനാഴ്ചയാണ് വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള പ്രദോഷം വരുന്നത്. കുറേ പേർക്കൊരു സംശയമുണ്ടായിരുന്നു, ഇന്നാണോ പ്രദോഷം എന്നുള്ളത്. അതിൻ്റെ കാരണം ഇന്ന് 6:51 ത്രയോദശി തിഥി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സംശയം. കാരണം ത്രയോദശി തിഥി സന്ധ്യയ്ക്കുള്ള ദിവസമാണ് നമ്മൾ പ്രദോഷ വ്രതം എടുക്കേണ്ടത്. എന്നാൽ നാളെ ബുധനാഴ്ച രാത്രി ഏകദേശം ഒരു 8 മണി വരെ നമുക്ക് പ്രദോഷം, അതായത് ത്രയോദശി തിഥി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെയാണ് വ്രതം എടുക്കേണ്ടത്. നാളെ നമ്മൾ നമ്മുടെ വീട്ടിൽ കൊളുത്തേണ്ടുന്ന വളരെ മഹത്തായ പവർഫുൾ ആയിട്ടുള്ള ഒരു ദീപത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ദീപം തുടർച്ചയായിട്ട് ഒരു 5, 7, 11 പ്രദോഷങ്ങളിൽ നമ്മൾ കൊളുത്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വിധത്തിലുമുള്ള ധനനഷ്ടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടി ഭഗവാൻ മഹാദേവൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കും. അതുമാത്രവുമല്ല, ആ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസിദ്ധമായ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം നടത്താനായിട്ടുള്ള ഭാഗ്യം കൂടിയിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നാളത്തെ ദിവസം നമ്മൾ കൊളുത്തേണ്ടുന്ന ആ ഒരു ദീപത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാവുന്നതാണ്. മഹാദേവൻ്റെ അനുഗ്രഹത്തിന് ഒരുപാട് വ്രതങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും ലളിതമായിട്ട് അനുഷ്ഠിക്കാവുന്ന, പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്ന വ്രതമാണ് പ്രദോഷം എന്ന് പറയുന്നത്. പ്രദോഷ സന്ധ്യാസമയത്ത് 33 കോടി ദേവകളുടെയും സാന്നിധ്യത്തിൽ മഹാദേവൻ കൈലാസത്തിൽ ആനത്തോലുടുത്ത് ദേവി പാർവതിയെ രത്നപീഠത്തിലിരുത്തി ആനന്ദ നടനമാടുന്നു എന്നുള്ളതാണ് സങ്കല്പം. എല്ലാ ദേവതകളും മഹാദേവനെയും പാർവതീദേവിയെയും പൂജിക്കുന്ന ഈ ഒരു പ്രദോഷ വേളയിൽ ഭഗവാനെ വണങ്ങുന്ന ഭക്തർക്ക്, ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്ന ഭക്തർക്ക് സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. പ്രദോഷവ്രതം തുടർച്ചയായിട്ട് നമ്മൾ അനുഷ്ഠിച്ചാൽ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് ലഭിക്കും. സന്തതിക്കും യശസ്സിനും ധനത്തിനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും, അതായത് സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രാദോഷികം വ്രതം എന്നാണ് ശിവപുരാണത്തിൽ ഈ ഒരു പ്രദോഷ വ്രതത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമ്മൾ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചാലും, ഇനി വ്രതമെടുക്കാൻ സാധിക്കാത്തവർ അന്നത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ കുമ്പിട്ടാലും ലഭിക്കുന്നത് ഒരേ ഫലം തന്നെ ആയിരിക്കും. അതുമാത്രവുമല്ല, വൈശാഖ മാസത്തിലെ ഈ ഒരു പ്രദോഷം, അതായത് വൈശാഖ മാസത്തിൽ നമുക്ക് കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായിട്ട് 2 പ്രദോഷങ്ങൾ വരും. ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2ഉം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉമാമഹേശ്വര പ്രീതി വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, അന്ന് ഉമാമഹേശ്വര സ്തോത്രം, ഗൗരീശ കീർത്തനം തുടങ്ങിയ മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ ജപിച്ച് ഉമാമഹേശ്വരന്മാരെ പ്രാർത്ഥിച്ചാൽ ദാമ്പത്യ സൗഖ്യമുണ്ടാകും എന്നുള്ളതും, വിവാഹ തടസ്സം മാറുമെന്നും, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാകുമെന്നും, സന്താനങ്ങൾക്ക് നന്മയുണ്ടാവാനും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവാനും രോഗമുക്തി ഉണ്ടാക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ ഓം ഉമാമഹേശ്വരായ നമഃ എന്നുള്ള മന്ത്രം മാത്രം ജപിച്ചാലും നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എല്ലാ പ്രദോഷത്തിനും നമ്മൾ പറയാറുള്ളതാണല്ലോ. സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് നമ്മൾ പ്രദോഷ വ്രതം അനുഷ്ഠിക്കേണ്ടത്. അപ്പം നാളെ ബുധനാഴ്ച ഏപ്രിൽ 29 സൂര്യ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് കുളിക്കണം. കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിച്ചതിന് ശേഷം വേണം പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കൊളുത്തി വെച്ച് ഭഗവാന് മുൻപിൽ, ഇപ്പോൾ വീട്ടിൽ ശിവലിംഗമൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ജലം കൊണ്ടെങ്കിലും ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യണം. വീട്ടിൽ ശിവലിംഗം ഇല്ലാത്തവർ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഭഗവാന് ജലധാര, കരിക്ക് ധാര, അങ്ങനെ നമുക്കിഷ്ടമുള്ള വഴിപാടുകളൊക്കെ, ധാരയൊക്കെ ഭഗവാന് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന് നമ്മൾ കൂവളത്തിൽ സമർപ്പിച്ച് ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഓം മഹേശ്വരായ നമഃ എന്നുള്ള മന്ത്രങ്ങൾ എത്ര പ്രാവശ്യം ജപിക്കുന്നുവോ അതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. പിന്നെ ഈ ഒരു പ്രദോഷ ദിവസം, പ്രദോഷ സന്ധ്യയ്ക്കാണ് പ്രാധാന്യം. 4:30 മുതൽ 6 വരെ, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപുള്ള 1.5 മണിക്കൂറും സൂര്യ അസ്തമയ ശേഷം 6 മുതൽ 7:30 വരെ
ആ ഒരു 3 മണിക്കൂർ സമയത്തിനാണ് വളരെ 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 പ്രാധാന്യമുള്ളത്. കാരണം ആ സമയത്താണ് ഭഗവാൻ പാർവതീ ദേവിക്ക് മുൻപിൽ ആനന്ദ നടനമാടിയത്. അപ്പം ആ സമയത്ത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന, ചെയ്യുന്ന ധാര, വഴിപാട്, പൂജകൾ ഇവയ്ക്കൊക്കെ ഇരട്ടി ഫലം നമുക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ദീപം നമ്മൾ കൊളുത്തേണ്ടത് ഈ ഒരു ടൈം ഓഫ് പീരീഡിലാണ്. അതായത് നാളെ സന്ധ്യയ്ക്ക് 4:30 മുതൽ 7:30 വരെ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താഗ്രഹവും നടന്നു കിട്ടും. ക്ഷേത്രത്തിൽ പോയി കൊളുത്താം, വീട്ടിലാണെങ്കിലും നമുക്ക് കൊളുത്താവുന്നതാണ്. എവിടെയാണോ നിങ്ങൾക്ക് താല്പര്യം ആ ഒരു സ്ഥലത്ത് കൊളുത്തിയാൽ മതിയാവും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ദീപത്തിന് പറയുന്നത് രുദ്രാക്ഷ ദീപം എന്നാണ്. ഒന്നെങ്കിൽ രുദ്രാക്ഷ നമ്മുടെ കയ്യിൽ 1 2 എത്ര എണ്ണമുണ്ടെങ്കിലും അതെടുക്കാം. അങ്ങനെയല്ല, രുദ്രാക്ഷ മാലയാണ് കയ്യിലുള്ളതെങ്കിൽ ആ മാലയാണെങ്കിലും നമുക്ക് എടുത്താൽ മതിയാകും. ഒരു ചെറിയ ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് എടുക്കുക. ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ബ്രാസ്, കോപ്പർ പോലുള്ള പ്ലേറ്റ്സ് നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഒരു വാഴയില എടുത്താലും മതിയാവും. വാഴയില എടുത്തിട്ട് നമ്മൾ ദീപം എന്ന് പറയുമ്പം മൺവിളക്കോ ബ്രാസിൻ്റെ വിളക്കോ ഒന്നുമല്ല. ഇവിടെ നമ്മൾ മാവിളക്കാണ് കൊളുത്തുന്നത്. പച്ചരി പൊടിയെടുത്തിട്ട് ശുദ്ധമായ ജലം ഒഴിച്ച് കുഴച്ച് നമ്മളൊരു മാവിളക്കുണ്ടാക്കണം. ഒറ്റ മാവിളക്ക് മതിയാവും. അതിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ചന്ദനം, മഞ്ഞൾ അല്ലെങ്കിൽ ചന്ദനം, മഞ്ഞൾ, കുങ്കുമം അല്ലെങ്കിൽ മഞ്ഞൾ കുങ്കുമം ഇതേതെങ്കിലും കൊണ്ട് പൊട്ട് തൊട്ടിടാം. പൊട്ടെന്ന് പറയുമ്പോൾ 3-5 എണ്ണത്തിൽ പൊട്ട് തൊട്ടിട്ട് ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെ നമ്മളൊരു ദീപം കൊളുത്തുക. ദീപം നെയ്യൊഴിച്ച് കൊളുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിനുശേഷം അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഈ കാണുന്നത് പോലെ രുദ്രാക്ഷം മാലകൾ അല്ലെങ്കിൽ രുദ്രാക്ഷത്തിൻ്റെ മുത്ത് നമ്മൾ വെക്കുക. ഇപ്പോൾ ഒരേ ഒരു രുദ്രാക്ഷത്തിൻ്റെ മുത്തേ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ ദീപത്തിൻ്റെ മുൻപിലായിട്ട് നമ്മളത് വെച്ചാൽ മതിയാകും. ഇനി ആ ദീപം നമ്മൾ ഈ വെക്കുന്നതിന് മുൻപായിട്ട് കൂവളത്തിൻ്റെ ഇലകൾ നമുക്കുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു പ്ലേറ്റിന് പുറത്തായിട്ട് കൂവളത്തിൻ്റെ ഇലകൾ വെച്ചിട്ട് അതിന് പുറത്തായിട്ട് നമുക്ക് ഈ ദീപം വെച്ച് അതിന് ചുറ്റുമായിട്ട് ഇതുപോലെ രുദ്രാക്ഷ മുത്തുകൾ നമുക്ക് ഇടാവുന്നതാണ്. ഏകമുഖം, ദ്വിമുഖം, ത്രിമുഖം അങ്ങനെയുള്ള ഏത് മുഖമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ശ്രേഷ്ഠം 5 മുഖമുള്ള രുദ്രാക്ഷമാണ്. അതിപ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും കണ്ടുവന്ന് വരില്ലല്ലോ. അപ്പം നമുക്കുടെ കയ്യിലുള്ള ഏത് രുദ്രാക്ഷവും നമുക്കെടുക്കാം. അപ്പോൾ മാലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ദീപം കൊളുത്തി വെച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് ആ മാല ഭഗവാൻ, ആ ഒരു ദീപം, അതായത് ആ ഒരു മാവിളക്ക് ഭഗവാൻ മഹാദേവനാണെന്ന് സങ്കല്പിച്ച് ആ രുദ്രാക്ഷമാല ആ ഒരു മാവിളക്കിന് ചുറ്റുമായിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കൂവളത്തിലകൾ കിട്ടാനുള്ളവരാണെങ്കിൽ കൂവളത്തിലകൾ ഇഷ്ടംപോലെ ആ ഒരു പാത്രത്തിന് മുകളിലായിട്ട് വെച്ചിട്ട് അതിന് പുറത്തായിട്ട് ദീപം വെച്ച് രുദ്രാക്ഷമാല അല്ലെങ്കിൽ രുദ്രാക്ഷ മുത്തുകൾ നമ്മളതിന് ചുറ്റുമായിട്ട് വിതറി വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മഹാദേവനോട് പറഞ്ഞിട്ട് ഓം ഉമാമഹേശ്വരായ നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ആ ദീപത്തിന് മുൻപിലിരുന്ന് ജപിക്കാവുന്നതാണ്. ഇപ്പം ക്ഷേത്രത്തിൽ പോയാണ് നമ്മളിത് കൊളുത്തുന്നതെന്നുണ്ടെങ്കിൽ രുദ്രാക്ഷവും ആ മാല അല്ലെങ്കിൽ മുത്തുകൾ നമുക്ക് അവിടെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് തിരിച്ച് പോരുമ്പോൾ അത് എടുത്തിട്ട് കൂടെ കൊണ്ടുപോരാവുന്നതാണ്. വിളക്ക് താനെ അണഞ്ഞോട്ടെ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല. അങ്ങനെ അവിടെ ഇരുന്ന് 108 പ്രാവശ്യം ഓം മഹേശ്വരായ നമ എന്ന് പറയുക. കൂവളത്തിലയുണ്ടെങ്കിൽ കൂവളത്തിലകൾ ആ ഒരു ദീപത്തിനടുത്തായിട്ട് സമർപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ശിവലിംഗത്തിനോ ശിവ ഫോട്ടോയ്ക്കോ സമർപ്പിച്ചുകൊണ്ടോ നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ജപശേഷം വീണ്ടും എന്താണ് നമ്മുടെ ആഗ്രഹം അത് ഭഗവാനോട് വീണ്ടും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇതാണ് നാളെ ചെയ്യേണ്ടത്. ഇത് എല്ലാ മാസവും വരുന്ന 2 പ്രദോഷത്തിലും ഭഗവാന് മുൻപിൽ നമുക്ക് ഈ ഒരു രുദ്രാക്ഷ ദീപം കൊളുത്താവുന്നതാണ്. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള മഹത്തായ ദീപമാണ് രുദ്രാക്ഷ ദീപം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ വീടിനടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ തുടർച്ചയായ 21 48 ദിവസം സന്ധ്യയ്ക്ക് പ്രദോഷ സമയത്ത് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടി. നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. ശിവക്ഷേത്രത്തിൽ തന്നെ നമുക്ക് പോകണം. തുടർച്ചയായ 21 അല്ലെങ്കിൽ 48 ദിവസം പ്രദോഷ സന്ധ്യാസമയം ഞാൻ പറഞ്ഞല്ലോ 4:30 മുതൽ 7:30 വരെയുള്ള ആ ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്നും ഒന്നെങ്കിൽ മൺചിരാത് അങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ മാവ് കൊണ്ട്
മാവിളക്കുണ്ടാക്കുക. അതുമായിട്ട് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ആലിലയോ വെറ്റിലയോ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വാഴയിലയുടെ പുറത്തോ ശ്രീകോവിലിനുള്ളിലെ ആ ഒരു ഭഗവാനെ നോക്കുന്ന രീതിയിൽ ആ ഒരു വിളക്ക് കത്തിക്കുക. നല്ലെണ്ണ ഒഴിച്ചോ നെയ്യ് ഒഴിച്ചോ നമുക്ക് കത്തിക്കാവുന്നതാണ്. അതിനുശേഷം പ്രാർത്ഥനയോടുകൂടി സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം പറഞ്ഞ് കൂവളത്തിലയോ അങ്ങനെ ഏതെങ്കിലും ഒരു പുഷ്പമോ ആ ഒരു കത്തിച്ച് വെച്ച ദീപത്തിന് നമ്മൾ സമർപ്പിച്ച് അവിടെ ഇരുന്ന് ഓം നമഃ ശിവായ 108 പ്രാവശ്യമോ 21 പ്രാവശ്യമോ ചൊല്ലി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരുക. ഇത് ഞാൻ പറഞ്ഞ പോലെ 21 അല്ലെങ്കിൽ 48 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. ഞാൻ ചെയ്ത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ 48 ഡേയ്സ് തീർന്നു കിട്ടിയത്. ഞാൻ എന്താണോ ഭഗവാനോട് പ്രാർത്ഥിച്ചത് അതെനിക്ക് കറക്റ്റ് 45-ാമത്തെ ദിവസം സാധിച്ചു കിട്ടി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കത് ഇപ്പോൾ വീടിനടുത്ത് നടന്നു പോകാവുന്ന രീതിയിൽ ശിവക്ഷേത്രമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നും പോയി ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ചെയ്യുമ്പോൾ നോൺ വെജ് കഴിക്കുന്ന കാര്യം നിങ്ങൾക്ക് വൈകിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രദോഷ സന്ധ്യയ്ക്കാണ് നമ്മൾ പോയി ദീപം കൊളുത്തേണ്ടത്. പ്രദോഷ ദീപം എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. അപ്പം ഈ സമയം നമ്മൾ പോകുന്നു, ഭഗവാന് ദീപം കൊളുത്തുന്നു. ദീപം കൊളുത്തി വെച്ചതിന് ശേഷം നമ്മുടെ ആഗ്രഹമൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു വന്ന് നോൺ വെജ് കഴിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പീരിയഡ്സ് ആയി കഴിയുമ്പോൾ ആ 7 ദിവസം നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതിയാവും. അതിനുശേഷം നിങ്ങൾക്കിത് വീണ്ടും എവിടെ നിന്ന് തുടങ്ങിയോ ആ എണ്ണത്തിൽ തന്നെ വീണ്ടും മുന്നോട്ട് പോകാവുന്നതാണ്. പിന്നെ 4:30-ക്കും 7:30-ക്കും ഇടയ്ക്കുള്ള ഒരു സമയം, ഇന്ന സമയം ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്കൊരു 5 മണിക്ക് കൊളുത്താൻ പറ്റുമെങ്കിൽ കൊളുത്താം. അങ്ങനെയല്ലെങ്കിൽ ഈ ഒരു പ്രദോഷ സമയം തുടങ്ങി തീരുന്നതിന് മുൻപായിട്ട് ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. പക്ഷേ വീട്ടിലിത് ചെയ്യാനായിട്ട് സാധിക്കില്ല, അത് ഓർമ്മയിലിരിക്കണം. പിന്നെ നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകുന്നവർ ഭഗവാന് നീലപ്പട്ട്, ശംഖുപുഷ്പം, അതേപോലെ തന്നെ കൂളത്തിൻ്റെ ഇല, മാലയൊക്കെ സമർപ്പിക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മുല്ലപ്പൂ മാല ഭഗവാന് സമർപ്പിക്കണം. ദാമ്പത്യ സൗഖ്യത്തിന് ഉറുമ്പുകൾക്ക് പച്ചരിപ്പൊടി കൊടുക്കണം. അത് നമുക്ക് ഐശ്വര്യം തരുന്ന കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രുദ്രാക്ഷ ദീപം കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിച്ചു നോക്കൂ. ഇതിപ്പം ക്ഷേത്രത്തിൽ പോകണമെന്നില്ലല്ലോ, വീട്ടിലിരുന്നാണെങ്കിലും നമുക്ക് ഈ ഒരു രുദ്രാക്ഷ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. സോ എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.